ഹംപിയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വന്ന് ഇവിടുത്തെ ഭാഷ അറിയാതെ എങ്ങനെ ഞാൻ ഇവിടെ ഒരു ദിവസം തള്ളി നീക്കി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇന്നലെ ഹംപിയിൽ ഞാൻ എത്തിയത് ഇവിടെ താമസിക്കാൻ വേണ്ടി എടുത്ത റൂമാണ് ഈ റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും കുളിക്കാൻ ചൂടുവെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ദിവസം 700 രൂപയാണ് ഈ റൂമിന് വേണ്ടി ഇവർ വാങ്ങുന്നത്. അതിനുശേഷം എനിക്ക് രാവിലെ തന്നെ ചെയ്യാനായിട്ട് ഒരു പണിയുണ്ട്. വീട്ടിൽ നിന്ന് വരുമ്പോൾ പല്ല് തേക്കാനുള്ള പേസ്റ്റ് എടുക്കാൻ മറന്നു. അതുകൊണ്ട് പല്ല് തേക്കാൻ പേസ്റ്റ് വാങ്ങാൻ പോവാണ് ഞാനിപ്പോ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഭാഷയൊന്നും അറിയാത്തതുകൊണ്ട് ഫുൾ ആംഗ്യ ഭാഷയിലാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ കടയിൽ എത്തിയത് എന്റെ വായ്നാറ്റം കൊണ്ടാണോ പേസ്റ്റ് ആണോ വേണ്ടതെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു. അതുകൊണ്ട് ആ ഒരു പേസ്റ്റും വാങ്ങി റൂമിൽ പോയി പല്ല് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിരുപക്ഷ ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു അമ്പലത്തേക്കാണ് ഞാൻ ആദ്യം പോയത്. ഈ ഒരു ഹംപി പ്രദേശം വർഷങ്ങൾക്ക് മുന്നേ യുദ്ധം ചെയ്ത് തകർത്തതാണെങ്കിലും ഈ ഒരു അമ്പലത്തിലെ പൂജ മാത്രം അപ്പൊ തൊട്ട് ഇപ്പൊ വരെ നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു അമ്പലത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിൽ കൂടെ നോക്കിയ അമ്പലം നേരെയും, പക്ഷേ അമ്പലത്തിന്റെ നിഴൽ വന്ന് പതിക്കുന്നത് തലകീഴായിട്ടാണ്. ഇത് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഇവിടുത്തെ സ്ഥലങ്ങൾ ചുറ്റിക്കാണാൻ വേണ്ടി ഒരു സൈക്കിൾ റെന്റിന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഇപ്പൊ സൈക്കിളും എടുത്ത് ഞാൻ നേരെ പോയത് പുഷ്കരണി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു. 14ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കുളം പണിത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ കുറെ നേരം ഇരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നല്ല വിശപ്പ് വന്നതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് കടക്കാർക്ക് മനസ്സിലാവുന്നില്ല, കടക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോറ് വേണം പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഇഡ്ഡലിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്തതായിട്ട് പോയത് ഈ ഒരു സ്ഥലത്തേക്കാണ്. പണ്ട് ഇവിടുത്തെ രാജ്ഞിമാര് മാത്രം കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് ക്യൂൻസ് ബാത്ത് എന്നാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണ് പറഞ്ഞാൽ, ഇവിടെ ഇത്രയും രാജ്ഞിമാര് കുളിക്കുന്ന സമയത്ത് എന്തിനാണ് ഇവിടെ ഇത്രയും വലിയ ജനല് പണിത് വെച്ചിരിക്കുന്നതാണ്. എല്ലാത്തിനും ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പൊ ഈ ഒരു വലിയ കുളിമുറിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് ഇതുപോലെ ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് പോയി കിടന്നപ്പോഴാണ് എനിക്ക് ഇവിടെ നിന്ന് ഒരു കൂട്ടുകാരനെ കിട്ടിയത്. 60 വയസ്സാണ് പ്രായം, കെ മുവനേശ്വര എന്നാണ് പേര്. ഞാൻ ചോദിക്കാത്തതിന് മുന്നേ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നിട്ടാണ് ഞങ്ങൾ കമ്പനി ആയത്. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ സൂര്യാസ്തമയം കാണാൻ ഹേമകുട്ട ഹില്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സൂര്യാസ്തമയമായിരുന്നു ഇത്. അങ്ങനെ ഇപ്പൊ സൺസെറ്റ് ഒക്കെ കണ്ടുവരുമ്പോഴേക്കും സമയം ഇരുട്ടായി. അതുകൊണ്ട് രാത്രി ആയപ്പോ സൈക്കിളൊക്കെ തിരിച്ചു കൊടുത്ത് ഞാൻ നേരെ എന്റെ റൂമിലേക്ക് നടക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.